ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ടെസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ അല്ലേ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് പറയുന്നത്? ഇവിടെ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ആ ഇൻ്റർവെല്ലിനകത്ത് കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ, മാത്രവുമല്ല ഫംഗ്ഷൻ ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുന്നത്? അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോഴാണ് ഫംഗ്ഷൻ എന്താവുന്നത്? ഇൻക്രീസിംഗ് ആവുന്നത്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് തീർച്ചയായിട്ടും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മുടെ ടെസ്റ്റ് പറയുന്നത്. മാത്രമല്ല ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരിക്കും. ഇത് തന്നെ വേറെ രീതിയിലും പറയാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. മാത്രവുമല്ല ഫംഗ്ഷൻ എ ബി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ, അഥവാ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0, ഡെറിവേറ്റീവ് ഓഫ് എഫ് ലെസ് ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ. മാത്രമല്ല അതിൻ്റെ ഡൊമൈൻ എഫ് ഓഫ് ബി എഫ് ഓഫ് എ ആയിരിക്കും എന്നാണ് തിയറം പറയുന്നത്. നമുക്ക് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 ഈസ് ഇൻവേർട്ടിബിൾ ഓൺ നെഗറ്റീവ് 1 2 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, തന്നിട്ടുള്ള ഫംഗ്ഷൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ക്യൂബ് മൈനസ് 2x പ്ലസ് 1 എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഉറപ്പായിട്ടും എന്താണ്? കണ്ടിന്യൂസ് ഇൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമുക്കിവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വേണമെന്നില്ല. നമുക്ക് എന്ത് മതി? നെഗറ്റീവ് 1 to 2 എന്ന് പറയാം. തീർച്ചയായിട്ടും നെഗറ്റീവ് 1 2 എന്ന് പറയുന്നത് ഒരു സബ് ഇൻ്റർവെൽ ഓഫ് നെഗറ്റീവ് 1 ഇൻഫിനിറ്റി ആയത് കാരണം എഫ് ഓഫ് എക്സ് എന്താണ്? നെഗറ്റീവ് 1 2ൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നുള്ളതാണ്. ചെക്ക് ചെയ്യാം. ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആയത് കാരണം തന്നെ നെഗറ്റീവ് 1 2ൽ കണ്ടിന്യൂസുമാണ്, അത് ഡിഫറൻഷ്യബിളും ആണ്. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് നെഗറ്റീവ് 3x² മൈനസ് 2 എന്നുള്ളതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് 3x² പ്ലസ് 2. ഈ ഫംഗ്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 3x² പ്ലസ് 2 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ആയത് കാരണം തന്നെ നെഗറ്റീവ് ഓഫ് 3x² പ്ലസ് 2 എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ലെസ് ദാൻ 0. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താണ്? ലെസ് ദാൻ 0 ആണ്. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ഇൻ നെഗറ്റീവ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഓർ ഇൻ നെഗറ്റീവ് 1 2. ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എഫ് എന്താണ്? ഡിക്രീസിങ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫംഗ്ഷൻ ഡിക്രീസിങ്ങുമാണ്. ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസുമാണ്. ഫംഗ്ഷൻ ഡിക്രീസിങ്ങുമാണ് കണ്ടിന്യൂസുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് പ്രകാരം എന്ത് പറയാം? തന്നിട്ടുള്ള എഫിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. മാത്രവുമല്ല ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആണ്. ഇവിടെ തന്നിട്ടുള്ള എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 2 എഫ് ഓഫ് 1 എഫ് ഓഫ് നെഗറ്റീവ് 1 എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് 11 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം.
Verify that f of x equal to x square plus x has an inverse if f is defined on 1/2 infinity. Okay. തന്നിട്ടുള്ള ഫംഗ്ഷൻ ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. വീണ്ടും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷനിൻ്റെ ക്ലോസ്ഡ് നെഗറ്റീവ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മാത്രമല്ല ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. തീർച്ചയായിട്ടും പോളിനോമിയൽ ഫംഗ്ഷൻ ആയത് കാരണം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x + 1 എന്നുള്ളതാണ്. ഓക്കെ, തന്നിട്ടുള്ള എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന 2x + 1 ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എപ്പോഴാണെന്ന് ചെക്ക് ചെയ്യാം. 2x + 1 ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് എപ്പോഴാണ്? 2x ഗ്രേറ്റർ ദാൻ -1, x ഗ്രേറ്റർ ദാൻ -1/2. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ -1/2 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു -1/2 മുതൽ ഇൻഫിനിറ്റി വരെ. ഈ ഇൻ്റർവെല്ലിലാണ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ഒരു ഇൻ്റർവെല്ലിൽ തന്നെയാണ് എഫ് എന്താകുന്നത്, ഇൻക്രീസിങ് ആവുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സബ് ഇൻ്റർവെല്ലായ 1/2 ഇൻഫിനിറ്റിയിലും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരുന്നു 1/2 ഇൻഫിനിറ്റിയിൽ, മാത്രമല്ല അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്ന് വെച്ചാൽ തന്നിട്ടുള്ള എഫ് ഇൻക്രീസിങ് ആണ് 1/2 ഇൻഫിനിറ്റിയിൽ. ഓക്കെ, സോറി, ഓപ്പൺ ഇൻ്റർവെൽ 1/2 ഇൻഫിനിറ്റിയിൽ ഇൻക്രീസിങ്ങുമാണ്. എന്നാൽ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് പ്രകാരം എന്ത് പറയാം, തന്നിട്ടുള്ള ഫംഗ്ഷന് ഒരു എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം ഓൺ 1/2 ഇൻഫിനിറ്റി. മാത്രമല്ല നമുക്ക് ഡൊമൈനെ കുറിച്ച് പറയാം. ആൻഡ് ദ ഡൊമൈൻ ഈസ് എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 1/2 എഫ് ഓഫ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണം ഫംഗ്ഷൻ ഇറ്റ്സ് 3/4 ഇൻഫിനിറ്റി. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ള എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് വെച്ച് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/3 x³ minus x is not invertible on any open interval containing 1. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. ഇനി പറയുന്നത് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ലാത്ത ഇൻ്റർവെൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല എന്നാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തന്നിട്ടുള്ള ഫംഗ്ഷൻ ചെക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഓഫ് x³ മൈനസ് എക്സ്. വീണ്ടും ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയത് കാരണം തന്നെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. തന്നിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി എവ്രിവെയർ അല്ലേ, കണ്ടിന്യൂസ് ഫോർ എവ്രി റിയൽ നമ്പേഴ്സ്. മാത്രമല്ല ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. പോളിനോമിയൽ ഫംഗ്ഷൻ ആയത് കാരണം ഡിഫറൻഷ്യബിൾ ആണ്, എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, 1/3 3 ടൈംസ് എക്സ് സ്ക്വയർഡ് മൈനസ് 1. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർഡ് മൈനസ് 1. ഈ ഫംഗ്ഷനെ നമുക്ക് എക്സ് പ്ലസ് 1 ടൈംസ് എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1. ഇനി ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് ഗിവൺ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എക്സ് ലെസ് ദാൻ -1 ആവുന്ന കേസിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് 1ഉം നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ എക്സ് മൈനസ് 1ഉം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, എക്സ് ലെസ് ദാൻ -1 എന്നുള്ള ഇൻ്റർവെല്ലിൽ എക്സ് പ്ലസ് 1ഉം നെഗറ്റീവ് ആയിരിക്കും, എക്സ് മൈനസ് 1ഉം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിരിക്കും. എഫ് ഡാഷ് എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓൾ റൈറ്റ്, ഇനി -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നുള്ള ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ഈ ഇൻ്റർവെല്ലിനകത്ത് 1 തൊട്ട് 0 വരെയുള്ള ഇൻ്റർവെല്ലിനകത്ത് തന്നിട്ടുള്ളതിൽ വെച്ച് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 പോസിറ്റീവും എക്സ് മൈനസ് 1 നെഗറ്റീവുമായിരിക്കും. അപ്പോൾ എക്സ് പ്ലസ് 1 എക്സ് മൈനസ് 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ലെസ് ദാൻ 1 ആയിരിക്കും, എന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ 0
ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനകത്ത് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 0 ആയിരിക്കും, എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ലെസ് ദാൻ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, എക്സ് മൈനസ് 1 എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്തുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 1 എന്ന ഇൻ്റർവെല്ലിൽ എഫ് ഇൻക്രീസിങ് ആണ്, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഹവർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ല എന്ന് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല എന്ന് കാണിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് 1 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിനകത്തും ഫംഗ്ഷൻ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. വൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമല്ല ഡിക്രീസുമല്ല. 1 എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ മാത്രമേ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവുന്നുള്ളൂ. കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ് നമുക്ക് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ. മാത്രവുമല്ല എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് പറയാം എഫിൻ്റെ ലോക്കൽ മിനിമം ആണ് 1 എന്നും പറയാൻ പറ്റും. എഫിൻ്റെ ലോക്കൽ മിനിമം ആണ് 1 എന്നുള്ളത് കൊണ്ട് തന്നെ ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ്ങുമല്ല. 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഒരിക്കലും ഇൻക്രീസിങ്ങുമല്ല ഡിക്രീസിങ്ങുമല്ല. ആയത് കാരണം നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ടെസ്റ്റ് ഫെയിൽ ചെയ്യുന്ന പോയിൻ്റാണ് 1. ആയത് കാരണം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/3 എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ഇൻ എനി ഇൻ്റർവെൽ കണ്ടെയ്നിങ് 1. Is not invertible in any interval containing